വിഷുക്കട്ടിയുടെ റെസിപ്പി നോക്കാം. വിഷുക്കട്ടി ഉണ്ടാക്കി ഞാനിപ്പോൾ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ 2 ഗ്ലാസ്സിനാണ് ഉണ്ടാക്കുന്നത്. 8 ഗ്ലാസ് രണ്ടാം പാൽ ഒഴിക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് അരിയിട്ട് വേവിക്കാം. ഓക്കെ, പച്ചരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് 2 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ച പച്ചരിയാണ്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. 1.5 സ്പൂൺ നല്ല ജീരകം ചതച്ചെടുക്കണം. ചതച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇപ്പം ചേർക്കാം, കുറച്ച് നമുക്ക് തലപ്പാൽ ഒഴിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, കുറച്ച് ജീരകം ചതച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തളിച്ചുകൊണ്ടിരിക്കണം. നന്നായിട്ട് വേവാകുമ്പോൾ മാത്രം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ ചെയ്തത് രണ്ടാം പാലും ജീരകം ചതച്ചതും ഇട്ടിട്ട് നമ്മൾ അരി വേവിച്ചുകൊണ്ടിരിക്കണം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇതിൽ തേങ്ങാപ്പാലാണ് നമുക്ക്. ഇപ്പം ഞാൻ റെഡിമെയ്ഡ് കിട്ടുന്ന തേങ്ങാപ്പാൽ വാങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നത്. എടുക്കാൻ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 8 ഗ്ലാസ് രണ്ടാം പാൽ മതി. അപ്പോൾ നമുക്ക് ഒരു 2 കപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം മിക്സ് ചെയ്തിട്ട് 8 ഗ്ലാസ് ആക്കി എടുക്കാൻ മതി. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പാകത്തിന് ഇടാം. ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാലും ബാക്കിയുള്ള ജീരകം നമ്മൾ എടുത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഗ്ലാസ് തലപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. അത് നല്ല തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. അടി പിടിക്കും. ഇപ്പം നമ്മുടെ കറക്റ്റ് വിഷ്കട്ടയുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അതൊരു പാത്രത്തിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. ഉപ്പും ഇതൊക്കെ നോക്കണം, അടി പിടിക്കാതെ നോക്കണം. എളുപ്പത്തിൽ നമുക്ക് വിഷ്കട്ട ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, നമുക്കൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചൂടാറി കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് മാങ്ങക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ചിലർ ശർക്കര പാനിയുടെ കൂടെ ഒക്കെ കഴിക്കും. ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതുപോലെ കഴിക്കും. ഓക്കെ, അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള വിഷ്കട്ട് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.